ഷാലോം ടെലിവിഷൻ്റെ പ്രേക്ഷകരായി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രത്യേകമായിട്ട് നമ്മുടെ കർത്താവിൻ്റെ ജനന തിരുനാളിനൊരുങ്ങുവാനായി ഒന്ന് ചേർന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും രക്ഷകനായ യേശുവിൻ്റെ നാമത്തിൽ ഏറെ സ്നേഹത്തോടെ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. ലോകമെങ്ങും ക്രൈസ്തവ മക്കൾ നമ്മുടെ കർത്താവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുവാൻ, ആചരിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകമായി 25 നോമ്പാചരണത്തിലൂടെ ആത്മീയമായി ഒപ്പം തന്നെ ഭൗതികമായിട്ട് കൂടി നമ്മൾ ഈ തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരമാണിത്. ഈ അവസരത്തിൽ ഈ തിരുനാൾ ആചരണത്തിന് സഹായിക്കുന്ന ഏതാനും ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാനാണ് ഇന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, കത്തോലിക്ക സഭയിൽ പ്രത്യേകമായിട്ട് തിരുനാൾ ആഘോഷങ്ങൾ വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. തിരുനാൾ ആഘോഷങ്ങൾക്ക് ഇത്രമാത്രം പ്രാധാന്യം നൽകുന്ന മറ്റൊരു സഭ ലോകത്തിലുണ്ടാവില്ല. കാരണം സഭയുടെ ആരാധനക്രമ വത്സരം നോക്കിക്കഴിഞ്ഞാൽ ആരാധനക്രമത്തിലെ വിവിധ കാലങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ കാലഘട്ടങ്ങളിലെല്ലാം ഒത്തിരിയേറെ തിരുനാളുകളും തിരുനാൾ ആചരണങ്ങളും വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടത് 3 തരത്തിലുള്ള തിരുനാളുകളാണ് എന്ന് നമുക്കറിയാം. 3 ഗണം തിരുനാളുകളാണ് കത്തോലിക്ക സഭയിൽ കൂടുതലായിട്ടും ആചരിക്കപ്പെടുന്നത്. അതിലൊന്നാമത്തത് നമ്മുടെ കർത്താവിൻ്റെ തിരുനാളുകളാണ്. നമ്മുടെ കർത്താവിൻ്റെ മംഗളവാർത്ത തിരുനാൾ ആചരിക്കുന്നു മാർച്ച് 25-ാം തീയതി. നമ്മുടെ കർത്താവിൻ്റെ ജനന തിരുനാൾ ആചരിക്കുന്നു ഡിസംബർ 25-ാം തീയതി. നമ്മുടെ കർത്താവിൻ്റെ നാമഹേതുക തിരുനാൾ ആചരിക്കുന്നു ജനുവരി 1-ാം തീയതി. നമ്മുടെ കർത്താവിൻ്റെ ദനഹ തിരുനാൾ ആചരിക്കുന്നു ജനുവരി 6-ാം തീയതി. നമ്മുടെ കർത്താവിൻ്റെ ശുദ്ധീകരണ കാഴ്ച സമർപ്പണ തിരുനാൾ ആചരിക്കുന്നു ഫെബ്രുവരി 2-ാം തീയതി. നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് ഓശാന തിരുനാൾ ആചരിക്കുന്നു. ആ ഓശാനയുടെ ഓർമ്മ ആചരിക്കുന്നു ഓശാന തിരുനാളിൽ. നമ്മുടെ കർത്താവിൻ്റെ പെസഹ തിരുനാൾ നമ്മൾ പെസഹ ദിനത്തിൽ ആചരിക്കുന്നു. പീഡാനുഭവത്തിൻ്റെ ഓർമ്മ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്നു. ഉത്ഥാനത്തിൻ്റെ ഓർമ്മ ഉയർപ്പ് തിരുനാളിൽ ആചരിക്കുന്നു. സ്വർഗാരോഹണത്തിൻ്റെ തിരുനാൾ നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളായിട്ട് നമ്മൾ ആചരിക്കുന്നു. പെന്തക്കോസ്താ തിരുനാൾ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെ അനുസ്മരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ കർത്താവിൻ്റെ തിരുനാളുകളായിട്ടാണ് സഭ ആചരിക്കുന്നത്. ഇതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. കാരണം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഒത്തിരിയേറെ പ്രാധാന്യമുണ്ട്. തിരുനാൾ ആഘോഷങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തോട് മോശയിലൂടെ കൽപ്പിച്ചതാണ്, നിങ്ങൾ വർഷം തോറും ചില തിരുനാളുകൾ ആചരിക്കണം. ലേവ്യരുടെ പുസ്തകം 23-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. കർത്താവ് പറയുന്ന തിരുനാളുകൾ, പെസഹ തിരുനാൾ അല്ലെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആചരിക്കാൻ കർത്താവ് പറയുകയാണ്. ആദ്യ ഫലങ്ങളുടെ സമർപ്പണ തിരുനാൾ ആചരിക്കാൻ പറയുന്നു. അതോടൊപ്പം തന്നെ ആഴ്ചകളുടെ തിരുനാളുകൾ ആചരിക്കാൻ പറയുന്നു. പുതുവത്സര ദിനം ആചരിക്കാൻ പറയുന്നു. പാപപരിഹാര ദിനം യോം കിപ്പൂർ എന്ന് പറയുന്ന തിരുനാൾ ആചരിക്കാൻ പറയുന്നു. കൂടാര തിരുനാൾ ആചരിക്കാൻ പറയുന്നു. അങ്ങനെ ദൈവമായ കർത്താവ് മോശയിലൂടെ
ഈ തിരുനാളുകൾ ആചരിക്കാൻ കൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ വ്യക്തമായ ചിന്തകളുണ്ടാകണം. എന്തിനു വേണ്ടിയാണ് ഈ തിരുനാളുകൾ നമ്മൾ ആചരിക്കുന്നത്? ഈ തിരുനാൾ ആചരണത്തിൻ്റെ പ്രസക്തി എന്താണ്? ഈ തിരുനാൾ ആചരണത്തിൻ്റെ ആധ്യാത്മികത എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ തിരുനാളുകളുടെ ആരവങ്ങളിൽപ്പെട്ട് ആഘോഷങ്ങളിൽപ്പെട്ട് അതിൻ്റെ ആന്തരികതയും ആധ്യാത്മികതയും നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങളുണ്ടാകാം, അനുഭവമുണ്ടാകാം. ഇന്ന് ലോകത്തിൽ കണ്ടുവരുന്നൊരു കാര്യം അതാണ്. വിശ്വാസികൾ മാത്രമല്ല, മറ്റെല്ലാവരും ഈ തിരുനാൾ ആചരിക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്നത് നമുക്ക് കാണാം. ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി വളരെയേറെ ആഘോഷങ്ങളോടെ ആരവങ്ങളോടെ ഈ ക്രിസ്മസ് ദിനങ്ങളിലും അതിൻ്റെ ഒരുക്ക ദിനങ്ങളിലും എല്ലാം ആഘോഷങ്ങൾ നടത്തുന്ന വ്യക്തികളെ കാണാം. കരോള് നടത്തുന്നവർ, അതോടൊപ്പം തന്നെ ഇല്ലുമിനേഷൻ നടത്തുന്നവർ, നക്ഷത്രങ്ങൾ തൂക്കുന്നവർ. നല്ല കാര്യമാണ്. ഇതെല്ലാം ഒരുക്കത്തിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമാണത്. കേക്ക് ഉണ്ടാക്കി ആ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവം പങ്കുവയ്ക്കുന്നവർ, സമ്മാനങ്ങൾ കൈമാറുന്നവർ, ഇതെല്ലാം ഈ ആഘോഷങ്ങളുടെ ഭാഗമാണ്. പക്ഷെ വിശ്വാസികളായി നമ്മൾ, കത്തോലിക്ക വിശ്വാസികളായി നമ്മൾ ഈ തിരുനാളിന് ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതിനൊരു ആന്തരികതയുണ്ടാകണം. ഇതിനൊരു ആധ്യാത്മിക തലമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇതിനോടനുബന്ധിച്ച് ഒത്തിരിയേറെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അതോടൊപ്പം തന്നെ ആഘോഷ രീതികളുമൊക്കെ ഉണ്ടെങ്കിലും അതിനപ്പുറമായി ക്രിസ്മസിൻ്റെ ആധ്യാത്മികത സൂക്ഷിക്കാൻ, ആന്തരികത സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു, വിവിധ തരം തിരുനാളുകൾ നമുക്കുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ തിരുനാളുകൾ, പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾ, വിശുദ്ധരുടെ തിരുനാളുകൾ, ഇതെല്ലാം സഭ ആഘോഷിക്കുന്നതാണ്. പക്ഷെ ക്രിസ്മസ് നമ്മുടെ കർത്താവിൻ്റെ തിരുനാൾ തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ്. യേശുവിൻ്റെ ജനനത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്ന തിരുനാളാണ് ക്രിസ്മസ്. യേശുവിൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇന്നത്തെ ലോകത്തിൽ ഒത്തിരി പ്രാധാന്യമുള്ള ഒന്നാണ്. മനുഷ്യർ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ ഓരോ കുടുംബാംഗങ്ങളുടെയും ബർത്ത്ഡേ ആഘോഷിക്കുന്ന പതിവ് നമ്മുടെ നാട്ടിലും ഇന്ന് സജീവമായി തീർന്നിരിക്കുകയാണ്. പണ്ട് കാലത്ത് അതൊന്നും വളരെ സജീവമല്ലായിരുന്നു. പക്ഷേ ഇന്ന് ബർത്ത്ഡേ ആഘോഷങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ അതൊരു അനുഭവമായി, ഓർമ്മയായി, ആഘോഷമായി, സന്തോഷത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും സൗഹാർദ്ദതയുടെയൊക്കെ ഭാഗമായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ക്രിസ്മസ് എന്ന വാക്കിന് പകരം യേശുവിൻ്റെ ബർത്ത്ഡേ, ക്രിസ്തു ജയന്തി എന്നുള്ള ആ ഒരു ആചരണം, ഓർമ്മ പുതുക്കൽ വളരെയേറെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഓർക്കണം, നമ്മുടെ കുടുംബത്തിൽ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ആരുടെയെങ്കിലും ഒരു ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ, നമ്മുടെ ഒരു ക്ലാസ്മേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു വർക്ക് മേറ്റിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ പോകാറില്ല. ആ ബർത്ത്ഡേ ആഘോഷങ്ങളുടെ ആരവങ്ങളൊക്കെ വ്യത്യസ്തതയുണ്ടാകും. ചില ബന്ധപ്പെട്ട വ്യക്തികളുടെ ബർത്ത്ഡേ വരുമ്പോൾ നമ്മളവരെ പ്രത്യേകം ഓർക്കും, അവർക്ക് വേണ്ടി സമ്മാനങ്ങൾ കരുതും, നമ്മളവർക്ക് ആശംസകൾ അർപ്പിക്കും. നേരിട്ട് ചെന്ന് അർപ്പിക്കാൻ സാധിച്ചാൽ അത്രമാത്രം ചെയ്യും. സ്നേഹവിരുന്ന് പങ്കുചേരും. എന്തിനാണ്? നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കാൻ. കാരണം ആ വ്യക്തിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനമുണ്ട്, അല്ലെ എൻ്റെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് ഒരു സ്ഥാനമുണ്ട്. ആ ബന്ധമാണ് ആ ബർത്ത്ഡേ ആഘോഷത്തെ സജീവമാക്കുന്നത്, അർത്ഥപൂർണമാക്കുന്നത്, അനുഭവപൂർണമാക്കുന്നത്. ഇതുപോലെ ഈ ക്രിസ്മസ് ആഘോഷത്തെ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യം, യേശുവിന് എൻ്റെ ജീവിതത്തിലുള്ള സ്ഥാനത്തിൻ്റെ പ്രാധാന്യമനുസരിച്ചാണ് യേശുവിൻ്റെ ജന്മദിനം ആഘോഷത്തിന് അർത്ഥം വരുന്നത്. അന്യനായൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ബർത്ത്ഡേ അല്ല നമ്മൾ ആഘോഷിക്കുന്നത്. മറിച്ച് എൻ്റെ രക്ഷകനായ
യേശുവിൻ്റെ ജന്മദിനമായതുകൊണ്ടാണ് ഈ ജന്മദിനാഘോഷം എനിക്ക് പ്രാധാന്യമായിട്ട് തീരുന്നത്. വല്ലവരുടെയും ജന്മദിനമാണെങ്കിൽ അത് കടന്നു പോകും, നമുക്കതൊരു ബാധകമായ കാര്യമല്ല. ഇപ്പോഴും അതേ, ലോകത്തിൽ ഈ ബർത്ത്ഡേ ആഘോഷിക്കാത്ത അനേക ജനതകളുണ്ട്. വിശ്വാസികളല്ലാത്തവർ, ഒരുപക്ഷെ യേശുവിനെ കുറിച്ച് അറിയാത്തവർക്ക് ഇതേതോ ഒരു ആഘോഷമായി, അവർ നടത്തുന്ന ഒരു ആഘോഷമായി, ക്രിസ്ത്യാനികൾ നടത്തുന്ന ഒരു ആഘോഷമായിട്ട് മാറി. കാരണം അവർ യേശുവിനെ അറിഞ്ഞിട്ടില്ല. എങ്കിലും യേശുവിനെ അറിയാൻ ഇടയാകുന്നുണ്ട് ഇതുവഴി. അവർക്കറിയാം ഈശോയുടെ ബർത്ത്ഡേ ആണ് അവർ ആഘോഷിക്കുന്നത്, യേശുവിൻ്റെ ജന്മദിനമാണ് ആചരിക്കുന്നത്, അതിനെയാണ് ക്രിസ്മസ് എന്ന പേരിൽ അവർ വിളിക്കുന്നതെന്നൊക്കെ മറ്റ് ജനവിഭാഗങ്ങൾക്കൊക്കെ അറിയാം. അപ്പം നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഴപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: ഈശോ നമുക്കാരാണ്? യേശുവിന് എൻ്റെ ജീവിതത്തിലുള്ള സ്ഥാനം എന്താണ്? പ്രാധാന്യം എന്താണ്? യേശുവിനോട് എനിക്കുള്ള ബന്ധം എന്താണ്? എൻ്റെ കടപ്പാടെന്താണ്? ഇതെല്ലാം ഒന്ന് ചിന്തിക്കാനുള്ള അവസരമാണ്. അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്മസ് ആഘോഷത്തിന് പ്രാധാന്യം വരുന്നത്. അപ്പം ആ ഒരു പ്രാധാന്യം എന്നിൽ ആഴപ്പെടും തോറും ഈ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ, തിരുനാൾ ആചരണത്തിൻ്റെ ഒരുക്കങ്ങളും ശക്തി പ്രാപിക്കും. നമ്മൾ 25 നോമ്പ് ആചരിച്ചുകൊണ്ട് ഈ തിരുനാളിന് ഒരുക്കുന്ന പതിവാണ് കത്തോലിക്ക സഭയിലുള്ളത്. ഒരുപക്ഷെ ആധുനിക തലത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും ചിന്തിക്കും, എന്തിനാണ് ബർത്ത്ഡേക്ക് നമ്മൾ നോമ്പ് ആചരിക്കുന്നത്? കാരണം അതൊരു ആധ്യാത്മിക തലമാണ്. ഞാൻ പറഞ്ഞു, ഈ ആഘോഷങ്ങൾക്ക്, തിരുനാൾ ആചരണത്തിന് ഒരു ആധ്യാത്മിക തലമുണ്ട്, ഭൗതിക തലമുണ്ട്, സാമൂഹിക തലമുണ്ട്. ആധ്യാത്മിക തലമാണ് ഞാനിവിടെ പറയുന്നത്. ഭൗതിക സ്ഥലം, കാര്യങ്ങളായിട്ടുള്ള ഒരുക്കങ്ങൾ, നമ്മൾ പുൽക്കൂടുണ്ടാക്കുന്നു, നക്ഷത്രമുണ്ടാക്കുന്നു, നക്ഷത്രം തെളിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്നു, ഇതെല്ലാം ഇതാണ്. ആ കേക്ക് പങ്കുവയ്ക്കുന്നത് സാമൂഹ്യ തലമായി. നമ്മൾ വീടൊക്കെ ഒരുക്കി എടുക്കുന്നു, പുൽക്കൂടുകൾ തയ്യാറാക്കാനായിട്ട് കുട്ടികളും മുതിർന്നവരും എല്ലാവരും അതിന് തയ്യാറെടുക്കുന്നു. നക്ഷത്രങ്ങൾ തെളിക്കാനായിട്ട് വാശിയോടെ കുഞ്ഞുമക്കളും മുതിർന്നവരും എല്ലാവരും കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും ഒക്കെ പ്രയത്നിക്കുന്നു. അവിടെയെല്ലാം ഈ ആഘോഷത്തിൻ്റെ ഭൗതികതയും സാമൂഹികമായ തലങ്ങളുമാണ് പ്രധാനപ്പെട്ടതാണ്. അതില്ലാത്ത ഒരാഘോഷങ്ങൾക്ക് അർത്ഥമുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഈ ക്രിസ്മസിൻ്റെ നാനാവിധ ഭാവങ്ങളെ ഉൾക്കൊള്ളുന്നതിന് ഒപ്പം തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായി അതിൻ്റെ ആന്തരികത സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് ചിലപ്പോഴൊക്കെ ക്രിസ്മസ് കാർഡുകൾ നമ്മൾ അയക്കുന്ന പതിവ്. ഇന്നിപ്പോൾ ക്രിസ്മസ് കാർഡുകൾക്ക് പകരം മെസ്സേജസാണ് നമ്മൾ അയക്കുക. പക്ഷേ ആ ക്രിസ്മസ് കാർഡുകൾ അയക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, പലപ്പോഴും ആ യേശു ഇല്ലാത്ത ക്രിസ്മസ് കാർഡുകൾ വരുന്ന ഒരു കാലഘട്ടമാണിന്ന്. കാരണം യേശുവിൻ്റെ ജനനത്തിൻ്റെ ഓർമ്മ അനുസ്മരിപ്പിക്കുന്ന വിധം ക്രിസ്മസ് കാർഡുകളിൽ പോലും ആ പുൽക്കൂടിൻ്റെയും യേശുവിൻ്റെ ജനനത്തിൻ്റെ അവസരത്തിൽ ആകാശത്തിൽ തെളിഞ്ഞ നക്ഷത്രത്തിൻ്റെയും ഒക്കെ പ്രതീകങ്ങൾ ഉൾക്കൊള്ളുന്ന ക്രിസ്മസ് കാർഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കാലത്തിൻ്റെ പോക്കിൽ അതെല്ലാം മാറി. ഒരുപക്ഷെ ബിസിനസ് മേഖലകളുടെ സ്വാധീനം വഴി ഈശോ ആ പുൽക്കൂടിൽ നിന്ന്, ആ കാർഡുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന സാഹചര്യങ്ങൾ വരെയുണ്ട്. എനിക്ക് ഈ അവസരത്തിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ചിന്തിക്കേണ്ടത്, ഈശോ ഇല്ലാത്ത ഒരു പുൽക്കൂടല്ല, ഈശോ ഇല്ലാത്ത ഒരു ക്രിസ്മസ് അല്ല നമുക്ക് വേണ്ടത്. ഈശോയോടൊപ്പമുള്ള ഒരു ക്രിസ്മസ് ആയിരിക്കണം ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ്. ഈശോയോടൊപ്പമുള്ള ഒരു ക്രിസ്മസ്. ആ യേശുവിനെ കാണാനായി ഓടിയെത്തിയ ആട്ടിടയന്മാരെ പോലെ ആ ക്രിസ്മസിനെ ദാഹിച്ച് ഓടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഇതൊരു ആത്മീയ അനുഭവമായിട്ട് തീരും. കാരണം എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അവതാരം ചെയ്ത മിശിഹായുടെ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഈ ക്രിസ്മസ് ദിനത്തിൽ ആചരിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി ഈ ക്രിസ്മസിന് ഒരുങ്ങാൻ നമുക്ക് സാധിക്കുകയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഈ ആധ്യാത്മിക തലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഒന്ന്, നമ്മളെ തന്നെ നമ്മൾ വിശുദ്ധീകരിക്കണം. ഈ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഒരു പ്രധാന തലമാണത്, ശുദ്ധീകരണത്തിൻ്റെ തലം.
ഒന്നുകൂടി ആഴത്തിൽ ശുദ്ധീകരിക്കപ്പെടാൻ നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും നമ്മുടെ ഓർമ്മകളും നമ്മുടെ വിചാരവികാരങ്ങളും പെരുമാറ്റ ശൈലികളും ഭക്ഷണ രീതികളും അങ്ങനെ എല്ലാത്തിലും ഒരു പ്രത്യേകത ഉണ്ടാകണം. അതാണ് ഈ നോമ്പാചരണത്തിൽ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യം. 25 ദിവസം മാംസവർജനം പാലിച്ച് നമ്മൾ ആത്മീയമായിട്ട് ഒരുങ്ങുമ്പോൾ, ശാരീരികമായിട്ട് ഒരുങ്ങുമ്പോൾ അതിൻ്റെ പ്രതിചലനങ്ങൾ നമ്മുടെ ആത്മാവിലുണ്ടാകും. അത് നമ്മളെ ഒത്തിരിയേറെ ഓർമ്മപ്പെടുത്തും. ഓരോ ദിവസവും ഭക്ഷണത്തിനിരിക്കുമ്പോൾ ചിലർ ചോദിക്കും, ഇതിലെന്ത് കാര്യം? ഈ മാംസവർജനത്തിൽ എന്താണ് കാര്യം? മത്സ്യം വർജിക്കുന്നത് എന്താണ് കാര്യം എന്ന് ചിന്തിക്കും. കാര്യമുണ്ട്. കാരണം ഒരു ത്യാഗമാണത്, നമ്മുടെ ഒരുക്കത്തിൻ്റെ പ്രതീകമാണ്. ആ ഒരുക്കത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യേശുവിൻ്റെ ജന്മദിനം ഭക്തിയോടുകൂടി ആത്മീയമായിട്ട് ആചരിക്കാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ 25 ദിവസം മാംസവർജനം നടത്തുക. ഒരു വലിയ ത്യാഗമാണ്. ഒരു വ്രതം പാലിക്കുകയാണ്, ഒരു വ്രതം അനുഷ്ഠിക്കുകയാണ്. ആ 25 ദിവസം ത്യാഗത്തോടുകൂടി, ഒരു ചെറിയ ത്യാഗമായിരിക്കാം, പക്ഷെ അത് വലുതായിട്ട് തീരും. കാരണം എന്താ? എൻ്റെ ആത്മാവിനെ ഞാൻ നിയന്ത്രിക്കുകയാണ്, എൻ്റെ ശരീരത്തെ ഞാൻ വിശുദ്ധീകരിക്കുകയാണ് ഈ ത്യാഗത്തിലൂടെ. ഈ ഒരു ശുദ്ധീകരണത്തിൻ്റെ തലം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. യേശുവിനെ സ്വീകരിക്കുവാൻ തക്കവിധം, പുനർസ്വീകരിക്കുവാൻ തക്കവിധം ക്രിസ്മസ് ഒരു ഓർമ്മയാചരണമാണ്. നമുക്കറിയാം, ഓരോ തിരുനാളും ഓർമ്മയാചരണമാണ്. ചരിത്രത്തിൽ നടന്ന ഒരു കാര്യത്തെ പുനരനുസ്മരിക്കാൻ, നമ്മുടെ മനസ്സുകളിൽ ഉണർത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ ആചരണങ്ങളിലെല്ലാം വരുന്നത്. നമ്മൾ പാതിരാവിൽ കുർബാനയിൽ പങ്കുചേരുന്നു, ആ പിറവിയുടെ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുന്നു. ആ പിറവിയുടെ തിരുക്കർമ്മങ്ങളിൽ തന്നെ ലൈറ്റെല്ലാം അണച്ച് ആ അർദ്ധരാത്രിയുടെ അനുഭവം പേറാൻ വേണ്ടി നമ്മൾ ആ കർത്താവിൻ്റെ ജനനത്തിൻ്റെ സമയത്ത് തിരികളൊക്കെ തെളിച്ച്, ലൈറ്റുകളൊക്കെ തെളിച്ച്, ആ പുതു ചൈതന്യം ഈ ലോകത്തിലേക്ക് വരുന്നതിൻ്റെ, പ്രകാശം കടന്നു വരുന്നതിൻ്റെ ഒരു അനുഭവത്തോടു കൂടിയാണ് പിറവിയുടെ തിരുക്കർമ്മങ്ങളൊക്കെ നടത്തുക. അങ്ങനെ നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ഓർമ്മകൾ ഉണരുന്ന അനുഭവം വരുന്നു. ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ ബെത്ലഹേമിലെ കാലിത്തൊഴുത്ത് സംഭവിച്ച ചരിത്ര യാഥാർത്ഥ്യത്തെ നമ്മൾ പുനരനുസ്മരിക്കാൻ ഈ ആഘോഷങ്ങളും ആചരണങ്ങളും പ്രതീകങ്ങളും നമ്മളെ സഹായിക്കുകയാണ്. പുൽക്കൂടുണ്ടാക്കുമ്പോഴും അതുതന്നെ, കുഞ്ഞുങ്ങളുടെ മനസ്സിലും മനുഷ്യ മനസ്സുകളിലും എല്ലാം ആ പുൽക്കൂടിൻ്റെ ഓർമ്മ ഉണർത്തപ്പെടുകയാണ്. പുൽക്കൂടിലെല്ലാം നമ്മൾ ഒഴിക്കും, പക്ഷേ ആ പിറവി കഴിയുമ്പോഴാണ് ഉണ്ണീശോയെ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഉണ്ണീശോയുടെ രൂപം കൊണ്ടുപോയി സാധാരണഗതിയിൽ പുൽക്കൂട്ടി കൊണ്ടുപോയി സ്ഥാപിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ് ആദ്യമായിട്ട് പുൽക്കൂട് സ്ഥാപിച്ചതെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം വിശുദ്ധ നാട് സന്ദർശിക്കാനായിട്ട് പോയ അവസരത്തിൽ ബെത്ലഹേമിലെ കാലിത്തൊഴുത്ത് കണ്ട് തിരിച്ചെത്തിയ ഫ്രാൻസിസ് അസീസിയാണ് തൻ്റെ ആശ്രമത്തിൽ ആദ്യമായി ഒരു പുൽക്കൂടുണ്ടാക്കി. എന്തിനു വേണ്ടിയാണ്? അവിടെ പോയി പുൽക്കൂട് കാണാൻ, ഈശോ ജനിച്ച കാലിത്തൊഴുത്ത് കാണാൻ ആളുകൾക്ക് സാധിക്കാത്തത് കൊണ്ട് അതിൻ്റെ ഒരു പ്രതീകമുണ്ടാക്കി ആളുകളെ അദ്ദേഹം കാണിച്ചു. പിന്നീടാണ് നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് പുൽക്കൂടുകൾ ഇന്ന് ഓരോ ക്രിസ്മസിലും ആവിഷ്കരിക്കപ്പെടുകയാണ്, വലുതും ചെറുതുമായ പുൽക്കൂടുകൾ. പക്ഷെ അവിടെയെല്ലാം ഒരു കാര്യമുണ്ടാകണം. ഈ പുൽക്കൂടുകൾ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ചെയ്യുമ്പോഴും അവിടെ ഉണ്ണീശോ ഉണ്ടായിരിക്കണമെന്ന നിർബന്ധം നമുക്കുണ്ടായിരിക്കണം. ഈശോ ഇല്ലാത്ത ഒരു ക്രിസ്മസ് അർത്ഥശൂന്യമാണ്. ക്രിസ്മസ് അർത്ഥപൂർണമാകുന്നത് യേശുവിൻ്റെ ജനനത്തോടും യേശുവിൻ്റെ സാന്നിധ്യത്തോടും കൂടിയാണ്. ആ യേശുവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ ആ പുൽക്കൂട് നിറവുള്ളതായിത്തീരുന്നത് പോലെ ആ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷിച്ച ആട്ടിടയന്മാരെ പോലെയും മാലാഖമാരെ പോലെയും ഒക്കെ ആ യേശുവിൻ്റെ സാന്നിധ്യം, ഈ ലോകത്തിൽ അവതരിച്ച മിശിഹായുടെ സാന്നിധ്യം അനുസ്മരിക്കുന്ന ക്രിസ്മസിൻ്റെ ഓർമ്മകൾ നമുക്ക് ഏവർക്കും പ്രകാശമരുളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ക്രിസ്മസിൻ്റെ ഒരുക്കത്തിൻ്റെ ദിനങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് നോമ്പാചരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ചെറിയൊരു ത്യാഗമാണ്. ചില കുട്ടികൾ, ചില മുതിർന്നവർ പ്രത്യേകമായ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കും.
ചിലർ മൊബൈൽ ഉപയോഗം പോലും വേണ്ടെന്ന് വയ്ക്കുന്നവരുണ്ട്. TV കാണുന്നത് വേണ്ടെന്ന് വയ്ക്കുന്നവരുണ്ട്. മറ്റ് പരിപാടികൾ കാണുന്നത് വേണ്ടെന്ന് വയ്ക്കുന്ന ത്യാഗങ്ങളാണ്, ഉപേക്ഷിക്കലാണ്. എന്തിനാ? ശുദ്ധി ചെയ്യാൻ. കാരണം നമ്മുടെ ഹൃദയം പലപ്പോഴും ഓവർലോഡഡ്, നമ്മുടെ മനസ്സും ഓവർലോഡഡ്, പല കാര്യങ്ങൾ കടന്നു വരും. അപ്പം അവിടെ എല്ലാം തിങ്ങി നിറഞ്ഞിരിക്കുന്നിടത്ത് മറ്റൊരാൾക്ക് സ്ഥാനമുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മളൊരു സ്പേസ് ഉണ്ടാക്കണം. ഈശോയെ സ്വീകരിക്കാനുള്ള സ്പേസ് നമ്മൾ ഉണ്ടാക്കിയാണ് ത്യാഗങ്ങളിലൂടെ, ചില കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തിൽ യേശുവിന് ഒരു സ്ഥാനമുണ്ടാക്കിയെടുക്കാൻ, സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ ഈ നോമ്പാചരണത്തിലൂടെ നമുക്ക് കഴിയണം. രണ്ടാമത്തെ തലം കൂടുതലായും പുണ്യങ്ങളിലൂടെ അലങ്കരിക്കലാണ്, ഒരു അഡോണിങ് ആണ് നടക്കുന്നത്. ഒന്നാമത്തേത് ആബ്സ്റ്റിനൻസ് ആണെങ്കിൽ രണ്ടാമത്തേത് ഒരു അഡോണിങ് ആണെന്ന് പറയുന്നു വെച്ചാൽ അലങ്കരിക്കലാണ്. നമ്മളൊരു കുടുംബത്തിലേക്ക് ഒരാളെ സ്വീകരിക്കാൻ വരുമ്പോൾ ഉന്നതനായൊരു വ്യക്തിയാണ് വരുന്നത്, നമ്മൾ ആ വീട് അടിച്ചുവാരി വൃത്തിയാക്കി മാത്രമല്ല അലങ്കരിക്കും നമ്മൾ. എന്തിനാണ് ക്രിസ്മസിന് നമ്മൾ വീടുകൾ അലങ്കരിക്കുന്നത്? ഇലുമിനേഷൻ നടത്തുന്നത് എന്തിനാണ്? പൂക്കളൊക്കെ വെച്ച് അലങ്കരിക്കുന്നത് എന്തിനാണ്? യേശുവിനെ സ്വീകരിക്കാൻ ഒരു പ്രതീകമാണത്, ആ വീട്ടിലേക്ക് വരുന്ന കർത്താവിനെ സ്വീകരിക്കാൻ. അതുപോലെ എൻ്റെ ഹൃദയത്തിലും ഒരു അലങ്കാരം നടക്കണം, ഓർണമെൻറ്റേഷൻ നടക്കണം. അതിനെയാണ് അഡോണിങ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ യേശുവിനെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിൻ്റെ എല്ലാ തലങ്ങളെയും ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം പുണ്യപ്രവർത്തികൾ വഴി നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും എല്ലാം ഒരുക്കി കർത്താവിന് സ്വീകാര്യമായ വിധത്തിൽ, പ്രീതികരമായ വിധത്തിൽ സൽപ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കാൻ, ചെറിയ ചെറിയ പുണ്യപ്രവർത്തികൾ ചെയ്തും സുഹൃദേവകം ചൊല്ലിയും പുണ്യകരമായിട്ടുള്ള കർമ്മങ്ങളിൽ ഇടപെട്ടും നന്മകൾ ചെയ്തുമൊക്കെ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിൻ്റെയും എല്ലാ തലങ്ങളെയും അണിയിച്ചൊരുക്കാൻ, യേശുവിനെ സ്വീകരിക്കാൻ തക്കവിധം അണിയിച്ചൊരുക്കാൻ ഈ 25 ദിവസം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് ആനന്ദകരമായി തീർക്കാൻ, അനുഭവദായകമാക്കി തീർക്കാൻ, ആത്മീയമായിട്ട് തീർക്കാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. നമുക്ക് വേണ്ടി ഈ ലോകത്ത് ജന്മമെടുത്ത നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ ജന്മദിനം നമുക്കേവർക്കും സന്തോഷത്തിൻ്റെയും ദൈവസ്തുതികളുടെയും നിമിഷങ്ങളും ദിവസങ്ങളുമായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഈ ഒരുക്കത്തിൻ്റെ കാലം അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ത്യാഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടും പുണ്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ടും നമ്മെ വിശുദ്ധീകരിക്കാനും നമ്മെ തന്നെ ഒരുക്കാനും ഈ നോമ്പുകാലം, ഈ ക്രിസ്മസിൻ്റെ ഒരുക്കകാലം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.